തന്നെ ആയാലും ഈ ക്യാമ്പ് ഇത്രയും വൈബ്രൻ്റായി കൊണ്ടു നടന്ന എല്ലാവരോടും വളരെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ്. ഭൗതികശാസ്ത്ര തത്വങ്ങളെക്കുറിച്ച് സമഗ്രമായ ധാരണയും വിമർശനാത്മകമായ ചിന്തയും വളർത്തിയെടുക്കാൻ ഫിസിക്സ് അധ്യാപകർക്ക് സാധിക്കേണ്ടതുണ്ടെന്ന് ടിപ്സ് ഓഫ് ഫിസിക്സ് വാട്സപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ച അധ്യാപക സംഗമം അഭിപ്രായപ്പെട്ടു. 2025 വർഷത്തെ SSLC പരീക്ഷയിലെ ഫിസിക്സ് ഉത്തരപേപ്പറുകളുടെ മൂല്യനിർണ്ണയത്തിനു ശേഷം കൊയിലാണ്ടി GVHS അങ്കണത്തിൽ നടന്ന ഭൗതികശാസ്ത്ര അധ്യാപക സംഗമം ക്യാമ്പ് ഓഫീസർ രഞ്ജിനി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഫിസിക്സ് സബ്ജക്റ്റ് സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു സബ്ജക്റ്റാണ് ഫിസിക്സ്. ഞാൻ മടപ്പള്ളി കോളേജിൽ വലിയ കാര്യത്തിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് ചേർന്നതാണ്. പക്ഷേ ഫിസിക്സ് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഞാൻ ചാടി ഇംഗ്ലീഷിലേക്ക് പോയതാണ്. പാഠ്യപദ്ധതി പരിഷ്കരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പഠന പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാക്കാനും വിലയിരുത്തൽ പ്രക്രിയ കാര്യക്ഷമമാക്കാനും അധ്യാപകർക്ക് ബാധ്യതയുണ്ടെന്ന് ഉദ്ഘാടക പറഞ്ഞു. നമ്മൾ റിട്ടയർ ആവാൻ പോകുന്ന അധ്യാപകർക്ക് വേറൊരു സ്വഭാവമായിരിക്കും ലാസ്റ്റ് ഇയറിൽ ഉണ്ടാവുക. എന്ത് ചാർജ് കൊടുത്താലും പറയും ഞാൻ ഇക്കൊല്ലം റിട്ടയർ ആവുന്നല്ലേ, ക്ലാസ് ചാർജ് കൊടുത്താലും അത് പറയും, അല്ലെ വേറെ എന്ത് ചാർജ് കൊടുത്താലും. പിന്നെ അവരെ ചിന്ത മുഴുവൻ നമ്മളെ DCRG അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. അങ്ങനെയുള്ള സാറ് ശിവദാസ സാറിനെ എനിക്ക് അത്ഭുതമായി തന്നെയാണ് തോന്നുന്നത്. ഈ വർഷം റിട്ടയർ ആവുന്ന സാറ് ഈ വാല്യുവേഷന് വരിക എന്ന് പറഞ്ഞാൽ ടീച്ചർ സാർ ആ വിഷയത്തോടും ആ അധ്യാപക കൂട്ടായ്മയോടും എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഞാൻ സാറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. മൂല്യനിർണ്ണയ ക്യാമ്പിൽ നിന്ന് വിരമിക്കുന്ന 3 അധ്യാപകർക്ക് അധ്യാപക കൂട്ടം യാത്രയപ്പ് നൽകി. വിവിധ അധ്യാപകർ അവതരിപ്പിച്ച കലാപരിപാടികൾ ചടങ്ങിന് കൊഴുപ്പേകി. വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ചാണ് അധ്യാപകർ ക്യാമ്പ് വിട്ടത്. കൊയിലാണ്ടിയിൽ നിന്ന് അസ്ലം കളത്തിൽ. കൊച്ചി ഞാൻ ആദ്യമായിട്ട് കഴിക്കാതെ എന്നെ ഒരുപാട് അനുഭവങ്ങളായി. ഈ ഒരു ക്യാമ്പ് വളരെ മനോഹരമായിരുന്നു. ഞാൻ വലിയൊരു പ്രാസംഗികനൊന്നും അല്ല, നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ആദ്യമായി ഇങ്ങനെയൊരു ഉപഹാരവും ഇങ്ങനെയൊരു ചടങ്ങും ഒരു വേദി സംഘടിപ്പിച്ച ഇതിൻ്റെ തരങ്ങളിൽ അതിൻ്റെ കിട്ടുന്ന ഓരോ സമയങ്ങളിലും റൂമുകൾ പോകാനും സൗഹൃദം പുതുക്കാനും അല്ലെ എല്ലാവരും കാര്യങ്ങൾ ചോദിച്ചറിയാനൊക്കെ आएगी तो आई रुत मस्तानी कब आएगी तो സാഗരം ശാന്തമാകുമോ മാനവനെന്ന് മയങ്ങുകയല്ലവനോടി തേടുകയാണ് മണ്ണിലടങ്ങിൻ പാട്ടിന്ന് കാതിൽ കേൾക്കും നേരത്ത് പൊന്നുയലാടുന്നുണ്ടുള്ളിൽ പോയ. നമ്മളെ റിട്ടയർമെന്റിനെ കൊണ്ട് പറയാം ഇറ്റ് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് ദ റോഡ്, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എൻ ഓപ്പൺ ഹൈവേ എന്നാണ്. പിന്നെ ലാസ്റ്റ് പറയുകയാണെങ്കിൽ പാർട്ടിങ് ഈസ് സച്ച് എ സ്വീറ്റ് സോറോ എന്നാണ്. സ്വീറ്റ് ഇൻ ദ സെൻസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി എവിടെ കണ്ടാലും ചിലപ്പോൾ എത്രയാൾ ഒരുമിച്ച് വരുമ്പോൾ എനിക്ക് പേര് ഓർമ്മ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് എന്നെ കണ്ടാൽ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സൗഹൃദം നിലനിർത്തുക. പിന്നെ പോകുന്നതിൻ്റെ ഒരു വിഷമവും ഉണ്ട്. എന്ത് തന്നെയായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. പ്രത്യേകിച്ചും ഇനി അടുത്ത വർഷം നിങ്ങളെ കാണാൻ പറ്റില്ല. ആദിയില്ലല്ലോ രന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ, ആദിയില്ലല്ലോ രന്തമില്ലല്ലോ ലക്കാലം പോയ യുഗത്തിൽ തന്നരയും തന്നരയും തര തയ്യര തയ്യര തയ്യരയും